നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും പണത്തിന്? പല ആളുകളും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം പറയുന്നത് FD ഉണ്ട്, അത് പൊട്ടിക്കാം. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. കുറെ നാളുകളായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഓരോ FDയും പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അടുത്തിടെയാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. FD പൊട്ടിക്കാതെ തന്നെ അതിലെ പണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. അതും വളരെ കുറഞ്ഞ പലിശയിൽ. ഈ ഒരു അറിവ് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയെങ്കിൽ എന്റെ കുറെ FDകൾ രക്ഷപ്പെടുത്താമായിരുന്നു. കുറെ പണം എനിക്ക് ലാഭിക്കാമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബാങ്കുകൾ പോലും പറഞ്ഞു തരാത്ത ഒരു സാമ്പത്തിക രഹസ്യമാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപ FD ഉണ്ടെന്ന് കരുതുക. അത് ഒരു 6 മാസത്തിനുള്ളിൽ മെച്ചേർഡ് ആകുമെന്ന് കരുതുക. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു. നിങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിയേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്രീമിയം വലിയ എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്ക ആളുകളും ആ FD അങ്ങോട്ട് ക്ലോസ് ചെയ്ത് നഷ്ടത്തിൽ അതങ്ങ് വാങ്ങിയെടുക്കും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. FD പൊട്ടിക്കുന്നതോടുകൂടി നമ്മളുടെ പണത്തിന്റെ ആ ഒരു ഗ്രോത്ത് നിൽക്കും. ചിലപ്പോൾ അത് നേരത്തെ ക്ലോസ് ചെയ്തെടുക്കുന്നതിന്റെ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അതിന്റെ കോമ്പൗണ്ടിങ് നിൽക്കും. അതുപോലെ തന്നെ പലിശ നഷ്ടപ്പെടും. നമ്മളുടെ ഭാവി പദ്ധതികൾ തന്നെ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. അതായത് നമ്മളുടെ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ ആ എമൗണ്ട് കൊണ്ട് ഓവർകം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ സമ്പത്ത് വളരാനുള്ള ആ ഒരു എഞ്ചിൻ അത് അത് നിന്നേ പോകും. പക്ഷെ സമ്പന്നരെന്താ ചെയ്യുന്നതെന്നറിയോ? അവരവരുടെ അസറ്റിനെ ഒരിക്കലും ഇല്ലാതെയാക്കുകയില്ല. അവരവരുടെ അസറ്റിനെ ഉപയോഗിച്ച് കൂടുതൽ പണം ലഭ്യമാക്കും. ഇവിടെയാണ് രണ്ട് കാര്യങ്ങൾ വരുന്നത്: ലോൺ എഗെയിൻസ്റ്റ് FD, ഓവർ ഡ്രാഫ്റ്റ് എഗെയിൻസ്റ്റ് FD. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ FD ഉപയോഗിക്കാം. ഒന്ന്, അതിന് മേലെ ഒരു ലോൺ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശയ്ക്ക് നഷ്ടം വരുന്നില്ല. നമ്മളുടെ എമൗണ്ടിനനുസരിച്ച്, FD എമൗണ്ടിനനുസരിച്ച് 70-80% വരെ നമുക്ക് ലോൺ അതുമേൽ കിട്ടും. FD അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും, പലിശയും കിട്ടും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എത്ര ശതമാനത്തോളം അതുമേൽ ലോൺ കിട്ടുമോ ആ എമൗണ്ട് മുഴുവൻ ലോണായിട്ട് കരുതും. നമ്മൾ ചിലപ്പോൾ അതിലെ ഒരു 75,000 1 ലക്ഷം ഒക്കെ ആയിരിക്കാം എടുക്കുന്നത്. പക്ഷെ ആ മുഴുവൻ ലോൺ എമൗണ്ടിനും നമ്മൾ പലിശ കൊടുക്കേണ്ടി വരും. ഇവിടെയാണ് സെക്കൻഡ് ഓപ്ഷൻ വർക്ക് ആവുന്നത്: OD എഗെയിൻസ്റ്റ് FD. OD എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ്. നമ്മൾ ഇട്ടിരിക്കുന്ന FDയിൽ മേലെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നിശ്ചിത തുക അനുവദിക്കും. അതും 70% മുതൽ 80% വരെ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു ക്രെഡിറ്റ് ലിമിറ്റ് പോലെയാണ് വർക്ക് ആവുന്നത്. ലോൺ എഗെയിൻസ്റ്റ് FD എന്നതിനേക്കാൾ ഓവർ ഡ്രാഫ്റ്റ് എഗെയിൻസ്റ്റ് FD എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള നല്ല ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. മറ്റത് നമ്മൾ ഫുൾ എമൗണ്ടിനും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ നമുക്ക് അനുവദിക്കുന്ന തുകയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അതിന് മാത്രം നമ്മൾ പലിശ കൊടുത്താൽ മതി. ഉദാഹരണത്തിന്, നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന എമൗണ്ട് ഇപ്പോൾ 5 ലക്ഷം FDക്ക് നമുക്ക് അനുവദിച്ചിരിക്കുന്ന എമൗണ്ട് 3 ലക്ഷമോ 4 ലക്ഷമോ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒരു 50,000 ഒക്കെ എടുക്കുന്നുള്ളൂ എങ്കിൽ ആ 50,000ത്തിന് മാത്രമേ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. ബാക്കി എമൗണ്ട് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് പോലെ അവിടെ കിടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. എടുക്കുന്ന തുകയ്ക്ക് മാത്രമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക. ഇതാണ് അതിന്റെ മാജിക്. ഈ അടുത്തിടെ എനിക്ക് കുറച്ച് എമൗണ്ടിന്റെ അത്യാവശ്യം വന്നു. റോൾ ചെയ്യാൻ ഇല്ലാതെ വന്നു. അന്നേരം ഞാൻ ഉദ്ദേശിച്ചു ഒരു പേഴ്സണൽ ലോൺ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പേഴ്സണൽ ലോൺ എല്ലാം 15% മുതൽ 22% വരെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ FD ഒരെണ്ണം കിടപ്പുണ്ടല്ലോ, അതങ്ങ് എടുത്താലോ എന്ന്. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് FDയുടെ മേൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാമെന്ന്. ഞാൻ അതനുസരിച്ചിട്ട് ആ ഒരു എമൗണ്ടിൽ എനിക്ക് ആവശ്യമുള്ള തുക മാത്രം എടുത്തു. അതിന് മാത്രം ഞാൻ പലിശ കൊടുത്താൽ മതി. ബാക്കി എന്റെ FD അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്റെ പണം എനിക്ക് വേണ്ടി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. FDയുടെ ഇൻട്രസ്റ്റിനേക്കാൾ വളരെ ചെറിയ ഒരു തുക മാത്രമേ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വരികയുള്ളൂ. അതായത് ഉദാഹരണത്തിന് 7% FD ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന് 9% ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ആ 7% നമുക്ക് ഓൾറെഡി കിട്ടുകയും ചെയ്യും. അതിന് മേലെ നമ്മൾ 2% കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് എന്നർത്ഥം. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നല്ല,
ഉള്ള പണത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും ഇൻവെസ്റ്റ്മെന്റ് അറിയാം, പക്ഷെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് അതറിയില്ല. അതുകൊണ്ടാണ് ചെറിയ എമർജൻസികൾ പോലും വലിയ സാമ്പത്തിക ആഘാതമായി മാറുന്നു. നിങ്ങൾക്കും ഇതുപോലെ FD കാണും അല്ലേ? സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ പേഴ്സണൽ ലോൺ അന്വേഷിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് അന്വേഷിക്കും. നിങ്ങൾക്ക് OD ഓൺ FD എന്ന ഒരു സമ്പ്രദായം ഉണ്ടോ എന്നുള്ളത്. എത്ര ഇൻട്രസ്റ്റ് വരും, എത്ര തുക കിട്ടും എന്നുള്ളത് അന്വേഷിക്കൂ. ഈ ഒരു അറിവ് നിങ്ങളെ ഭാവിയിൽ ആയിരക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ സഹായിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താഴെ FD എന്ന് കമന്റ് ചെയ്യൂ. ഒപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ. ഇന്ന് നിങ്ങൾ FD പൊട്ടിക്കാതെ പണം എങ്ങനെ ലാഭിക്കാമെന്ന് മനസ്സിലാക്കി. പക്ഷെ ഒരു ചോദ്യം, നിങ്ങളുടെ FD, ഇൻഷുറൻസ്, മറ്റ് സേവിങ്സ്, പെൻഷൻ ഇതെല്ലാം കൂടി നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതമായ സ്ഥലത്താണോ? പലർക്കും FD ഉണ്ട്, പക്ഷെ ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ല. ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ റിട്ടയർമെന്റ് പ്ലാൻ ഇല്ല. സേവിങ്സ് ഉണ്ട്, പക്ഷെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ല. അതിനാലാണ് ഞാൻ ഒരു ഫിനാൻഷ്യൽ ക്ലാരിറ്റി കാൽക്കുലേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്റ്റാറ്റസ് ഒന്ന് അറിയണമെന്നുണ്ടോ? FD എന്ന് കമന്റ് ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്കോർ അത് എത്രയാണെന്ന് മനസ്സിലാക്കാം.